ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. അപ്പോൾ നമ്മൾ യൂസ് റെഡ്യൂസർ എന്ന് പറയുന്ന ഹുക്കിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ഡിസ്പാച്ച് എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു യൂസ് റെഡ്യൂസറിനെ പറ്റി നമ്മൾ കൂടുതൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു യൂസ് റെഡ്യൂസറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും ഈ യൂസ് റെഡ്യൂസറും യൂസ് സ്റ്റേറ്റും നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്ക് ആക്ച്വലി മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മൾ യൂസ് സ്റ്റേറ്റിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് നമുക്കൊരു ഒബ്ജക്റ്റായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്റ്റേറ്റിനെ നമുക്ക് ഒബ്ജക്റ്റാക്കി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ആഡ് ടു കാർട്ട്, റിമൂവ് കാർട്ട് എന്നൊക്കെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാർട്ട് എന്നുള്ളത് ഞാൻ എന്ത് കൊടുത്തു? 0 ആക്കി ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇനി മുതൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കളഞ്ഞതിന് ശേഷം നമ്മളിനി റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ സ്റ്റേറ്റിനെ, ഈ ഇനിഷ്യൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ ആരാണ്? ഈ സ്റ്റേറ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്കിനിയിപ്പോൾ സ്റ്റേറ്റ് ഡോട്ട് കാർട്ട് എന്നും പറഞ്ഞ് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഒരു ജാവാസ്ക്രിപ്റ്റിനകത്ത് നമ്മളിങ്ങനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇനിഷ്യൽ സ്റ്റേറ്റ് ഡോട്ട് കാർട്ട് എന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിനെ റിസീവ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റാണ്. അത് ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇനിയിപ്പോൾ നമ്മുടെ കാർട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോവാണ്. കാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സ്റ്റേറ്റ് ഡോട്ട് കാർട്ട് പ്ലസ് 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ റിമൂവ് ഫ്രം കാർട്ട് ആണെങ്കിലും അതും നമ്മൾ സെയിം ഈ ഒരു നമ്മുടെ കാർട്ടിനെ തന്നെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഡോട്ട് കാർട്ട് -1 എന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ ഒന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു എറർ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ ഒരു എറർ കിട്ടിയിട്ട് എനിക്കിത് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തു. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു അശ്രദ്ധ നിങ്ങൾക്കും സംഭവിക്കാനായിട്ടുള്ള വഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ കൊടുത്തത്? 0 എന്നും പറഞ്ഞാൽ കൊടുത്തത്. അപ്പം നമുക്കിവിടെ ഇവിടെ നമുക്ക് റിസീവ് ചെയ്യുന്നത് സ്റ്റേറ്റാണ്. പിന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നത് എന്താണ്? സ്റ്റേറ്റ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ് നമ്മൾ കൺസോളിൽ നമ്മൾ പോയി നോക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു 10 എന്നും പറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളിവിടെ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് എന്നും പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റായി. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നതും എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. നോക്കിയോ, കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൺസോളിൽ വന്ന് നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. ഇത് കണ്ടില്ല, നമുക്കിവിടെ കാർട്ട് 0 എന്നും പറഞ്ഞാൽ കിടത്താം. അപ്പം നമ്മളിവിടെ ഇനി ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ ഒബ്ജക്റ്റിനകത്തുള്ള കാർട്ടിനെയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെയും നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യണം? നമ്മൾ വന്നിട്ട് ഈ സ്റ്റേറ്റാണ് കേട്ടോ, ഈ സ്റ്റേറ്റ് ഡോട്ട് കാർട്ട് എന്നും പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം. മനസ്സിലായി? എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എറർ ഇവിടെ നിന്ന് എത്തി കളയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ഡോട്ട് കാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ സേവ് ചെയ്തു. ഞാനിവിടെ വന്ന് റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആഡ് ടു കാർട്ടിൽ കൊടുക്കുമ്പോൾ കണ്ടില്ല, നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട് കണ്ടോ. ഓക്കെ, ഞാനിത് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യാനായിട്ട് മറന്നുപോയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ് ടു കാർട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, റിമൂവ് ഫ്രം കാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റീസെറ്റ് കാർട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെയും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആ ഒരു യൂസ് റെഡ്യൂസറിൻ്റെ ആ ഒരു പവർ ഇവിടെയും കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ നമ്മൾ ഒബ്ജക്റ്റ് ആക്കി കൊടുത്തതുപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ
ഇനി മുതൽ നമ്മുടെ ഡിസ്പാച്ച് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഇല്ലേ, അതിനകത്ത് നമ്മൾ ഒരു വാല്യൂ ആണ് നമ്മളിപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഡിസ്പാച്ച് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ല, അതിന് ഒന്നിലധികം വാല്യൂസിനെ റിസീവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആഡ് ടു കാർട്ടിൽ നിന്ന് നമ്മളിവിടെ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആ ഒബ്ജക്റ്റിനകത്ത് നമ്മൾ ഈ useReducer ഉപയോഗിക്കുമ്പം സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്നത് 2 വാല്യൂ ആണ്. അതിനകത്ത് ഒരൊറ്റ വാല്യൂ മാത്രമേ നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഈ ഡിസ്പാച്ചിനകത്ത് ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ടൈപ്പാണ്. എന്ത് തരം ആക്ഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ആക്ഷനാണ് ഇവിടെ പെർഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടൈപ്പ് കൊടുത്തു. ഇനി ഇവിടെ വന്നിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് റിമൂവ് ഫ്രം കാർട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആക്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഈ ടൈപ്പ് എന്നാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യാറുള്ളത് കേട്ടോ. ഓക്കെ, സോറി, അതൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്ത് കൊടുത്തു, റിമൂവ് ഫ്രം കാർട്ടാക്കി. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വീണ്ടും ഞാൻ ടൈപ്പ് എന്നുള്ളത് എന്താക്കി, റീസെറ്റ് കാർട്ടാക്കി. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇനി ഇവിടെ നമുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുമോ ഇവിടെ നമുക്കൊരു റിസൾട്ട് കിട്ടുമോ എന്നുള്ളത്? നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല, കാരണം നമ്മുടെ ആക്ഷൻ ഇവിടെ പോയി. നമുക്ക് നേരത്തെ ഇവിടെ സിംഗിൾ വാല്യൂ ആയിരുന്നു, അല്ല നേരിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ എന്തായി, ഒരു ഒബ്ജക്റ്റായി. അപ്പം നമുക്ക് ഈ ഡിസ്പാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ അല്ലേ, ഇവിടെ അല്ലേ നമുക്ക് ഡിസ്പാച്ചിനെ കിട്ടുന്നത്. ഈ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ നമ്മൾ മുമ്പേ കൊടുത്ത ഈ റീസെറ്റ് കാർട്ട്, റിമൂവ് ഫ്രം കാർട്ട്, ആഡ് ടു കാർട്ടൊക്കെ അല്ലേ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ഇനി ഇവിടെ കിട്ടുന്നത് ഡയറക്റ്റ് ആക്ഷൻ അല്ല കിട്ടുന്നത്, അല്ല, നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു ഒബ്ജക്റ്റാണ് കിട്ടുന്നത്. അപ്പം ഈ ഒബ്ജക്റ്റിനകത്ത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് console.logനകത്ത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ വന്ന ആക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഞാൻ സേവ് ചെയ്തതിന് ശേഷം ഞാൻ കൺസോളിൽ പോയതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് കിട്ടിയത് കണ്ടോ, ആഡ് ടു കാർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആക്ഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ആഡ് ടു കാർട്ടാണ്. അതായത് ഒരു ഒബ്ജക്റ്റാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇവിടെ കൺസോൾ ചെയ്തത്, ആക്ഷനാണ്. അപ്പോൾ നമുക്കിനി മുതൽ ആക്ഷൻ ഡോട്ട്, കാരണം ഇതൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്നും പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ടൈപ്പ് എന്നും പറഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് ഞാനിവിടെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തതിന് ശേഷം ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ കണ്ടില്ലേ, ആഡ് ടു കാർട്ട് കിട്ടി, റിമൂവ് ഫ്രം കാർട്ട് കിട്ടി, റീസെറ്റ് ഫ്രം കാർട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഈ 3 വാല്യൂ ആണ് നമ്മുടെ ഈ ഒരു സ്വിച്ച് കേസിലേക്ക് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഈ ആക്ഷൻ എന്നുള്ളതെടുത്ത് വന്നിട്ട് നമുക്ക് ഇനി മുതൽ ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ ആഡ് ടു കാർട്ട് കൊടുക്കുകയാണെങ്കിൽ നോക്കാം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ആഡ് ടു കാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റിമൂവ് ഫ്രം കാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റീസെറ്റ് ഫ്രം കാർട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ useReducerൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു കാര്യം കൂടിയാണ് നമുക്ക് മെയിനായിട്ട് ബാക്കിയുള്ളത്. ഈ ടൈപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു വാല്യൂ കൂടി നമുക്ക് എക്സ്ട്രാ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് മാക്സിമം ഷോർട്ട് വീഡിയോസ് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും എളുപ്പമാണ്, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായിരുന്നു ഇതിൻ്റെ സെക്കൻഡ് വാല്യൂ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ തരാം, പേലോഡ് എന്നാണ് ആ ഒരു വാല്യൂവിനെ നമ്മൾ സാധാരണ പറയാറുള്ളത്. ഉണ്ടല്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു കൺഫ്യൂഷനായി. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ അത് പഠിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പം ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.